ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ചാർജ്. അപ്പോൾ ഇതാണ് എലോൺ സ്റ്റീവ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻജോയ്. ഫസ്റ്റ് വില്ലേജിൻ്റെ വീട്ടിൽ കയറി അവരെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുക്കാം. നമ്മൾ ഇന്നലെയാണ് ഈ വില്ലേജ് വന്നത്, പക്ഷേ അതിനകത്തൊന്നും കയറി നോക്കിയില്ല. ഇനി എല്ലാ വീടുകളിലും കയറി അതിനകത്ത് ചെസ്റ്റൊക്കെ ഉണ്ടാകും നോക്കണം. കിടന്നിട്ട് രാവിലെ നോക്കണം. ഗുഡ് മോർണിംഗ്. കഥ അടച്ചിട്ട് പുറത്തിറങ്ങാം. കഥ അടച്ചു. താഴെ പോകാം. ഗായ്സ്, ഈ വില്ലേജ് പോരാ കേട്ടോ. നമ്മളിനി എന്തായാലും വേറെ പുതിയൊരു വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ വില്ലേജ് അല്ലാതെ. അതിനകത്ത് ജസ്റ്റ് ഉണ്ട്. ഓ, ആൾറെഡി ബെഡ് ഉണ്ട്, അപ്പോൾ വൈറ്റ് പൂളൊന്നും വേണ്ട. ഓക്കെ, ശരി. ജസ്റ്റ് എടുക്കണമെന്നൊരു സംശയം. വേണ്ടല്ലേ? ഹായ്. ജസ്റ്റ് വീണ്ടും വേണം. ഞാൻ ലൈസൻസ് ചെയ്ത് വെച്ചേക്കാം. ഇതിനകത്തില്ല, പക്ഷെ നീല ബെഡുണ്ട്, അത് നല്ലത്. ബെഡ് അവിടെ വെച്ചിട്ട് നീല ബെഡ് കയ്യിൽ പിടിക്കാം. അടുത്ത വീട് ഇതിനകത്തുണ്ട്, വെള്ളം തന്നെ. വെള്ളം തന്നെ. ഇതെല്ലാം ഐസായിരിക്കും, പൊട്ടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവും. അത് ഇഗ്ലൂല്. ഇല്ല, അത് അന്നേ പറഞ്ഞില്ലേ. ഓ, ഈ സാധനം ഉണ്ടായിരുന്നല്ലേ ഇവിടെ. ഗൈസ്, നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഈ സാധനത്തിന്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. അതിനകത്തൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വില്ലേജ് കണ്ടുപിടിക്കാനുള്ള സമയമായിരിക്കുന്നതാണ്. ഇഗ്ലൂയിലും കൂടി കയറിയിട്ട് ഇഗ്ലൂയിലും കൂടി ഒന്ന് കയറിയിട്ട് ഇഗ്ലൂയിലില്ല. എന്താടാ ബാക്കിൽ നമുക്ക് നമ്മൾ അടുത്ത ഐലൻഡ് കണ്ടുപിടിക്കാൻ പോവാം. എന്ന് വെച്ചാൽ വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഈ വില്ലേജിന് ടാറ്റ ബാബായ് പറഞ്ഞിട്ട് അടുത്ത വില്ലേജ് കണ്ടുപിടിക്കണ ബുദ്ധിമുട്ടായിരിക്കും, കാരണം സ്നോയും കഴിഞ്ഞു പോകണം. ഞാൻ മിസ് ചെയ്യും. ആഹാരമെല്ലാം ഉണ്ട്, അപ്പോൾ വിശപ്പിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. ഇവിടെ പോളാർ വേറുണ്ട്, സൂക്ഷിച്ചിട്ട്. എന്നൊന്നും ചെയ്യില്ല. പച്ചപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി സ്നോ കഴിഞ്ഞ് ഇപ്പം വീണ്ടും ഗ്രാസും വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നേരെ തന്നെ പോവാം. അവിടെ ലാവയൊക്കെ ഉണ്ടല്ലോ, നല്ല വെളിച്ചുണ്ടാവും ഇവിടെ രാത്രി. ഗൈസ്, നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറേ സ്കിപ്പ് ചെയ്തത്. ഗൈസ്, നമുക്ക് നെതർ പോർട്ടലിൽ പോവാം. മുമ്പത്തെ പ്രാവശ്യം പോലെ ഡാമേജ് എടുക്കാതെ ചെസ്റ്റ് കണ്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഒരു സ്ഥലത്തും ഒരു വില്ലേജിലല്ലേ മറ്റേ കോമ്പസ് പോലത്തെ സാധനം കിട്ടി. കുറെ ഗോൾഡൊക്കെ ഉണ്ട്. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. എനിക്ക് സീഡൊന്നും വേണ്ട. സീഡ് സാപ്ലിങ് ഇപ്പോഴത്തേക്ക് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. ഇനി എന്താ വേണ്ടാത്ത?
ഇനി ഗൈസ് അങ്ങോട്ടോ. ഗൈസ് ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. മൈ ഗോഡ്, പോർട്ടലിന്റെ അടുത്ത് വില്ലേജ്. റയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നമ്മച്ചി, സാധനത്തിനെ കണ്ടുപിടിക്കാൻ അത്ര നേരം എടുത്തുന്നാ. യോടാ മോനെ, പൊളി. നിന്നെ കണ്ടുപിടിക്കാൻ എത്ര നേരം എടുത്തെന്നറിയാവോടാ. ഒന്ന് എവിടെയെങ്കിലും അടുത്ത് നിന്നിരുന്നൂടാടാ നിനക്ക്. മനുഷ്യനെ കിടന്ന് ഓട്ടിപ്പിച്ചതിന്റെ ഒന്ന് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ നമ്മളെ ബെഡ് വെച്ചേക്കാം. ഇവിടെ തന്നെ വീട് വെക്കാനാണ് എനിക്കൊരു പ്ലാൻ. ഗൈസ് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഞാൻ വീട് വെക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യും. സോ ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ ഗോളെന്ന് വെച്ചാൽ വുഡൊക്കെ എടുത്ത് പണി ചെയ്യേണ്ട കാര്യമാണ്. എടുത്ത് വീടുണ്ടാക്കണം. നല്ല ആളുണ്ട് ഗൈസ്, ഇങ്ങോട്ട് പോകാതിരിക്കണേ നല്ലത്. എന്താണ് വാട്ടർഫോളോ? നായകര എന്തുവാടാ, എന്ത് ഹൈറ്റോടാ. ഗൈസ് അവിടെ കോപ്പറൊക്കെ ഉണ്ട്. കോപ്പറല്ല, കോൾ. ഇവിടെ ഒന്നും അയണില്ല. ഉണ്ടായിരുന്നെങ്കിൽ അയണെങ്കിലും എന്തെങ്കിലും ചെയ്യാം. വീട്ടിൽ നിന്നപ്പോ നല്ലത് അവരവളെ വീടിന്റെ ഡിസൈൻ. ഇവിടെ പന്നികളൊക്കെ ഉണ്ട്. അവിടെ മരങ്ങളുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ വുഡൊക്കെ എടുക്കാൻ പറ്റും. ആക്സിന് എടുത്ത് വെച്ചത് വേഗം തന്നെ അങ്ങ് എത്തിയിട്ട് നമുക്ക് വുഡ് എടുത്ത് വീടുണ്ടാക്കാം. അപ്പം നമ്മൾ ഈ വീഡിയോ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ബേസിക്കലി ഗോളുകൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് 1 2 3 4 5 എത്ര സ്റ്റാക്ക് വുഡ് വേണമെങ്കിൽ ഒപ്പിച്ചിട്ട് ഒരു വീടുണ്ടാക്കണം. അതാണ് നമ്മൾ ഈ വീഡിയോ ഒരേ ഒരു ഗോൾ. നല്ല കൂളായിട്ടുള്ള ഒരു വീടുണ്ടാക്കണം. ചിലർക്ക് വീടുണ്ടാക്കുന്ന ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ വീടുണ്ടാക്കുന്ന പാർട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്തായാലും കാണിക്കുന്നു. അതാണല്ലോ ഈ ചാനലിന്റെ മെയിൻ സാധനം. ഗൈസ് എനിക്ക് വലിയ മരങ്ങൾ ഇഷ്ടമല്ലാതെയാണ്. കാരണം ഇത്ര ഹൈറ്റിരിക്കുമ്പോൾ എനിക്കൊന്നും ആയിട്ടുള്ള കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ വുഡ് ഞാൻ വുഡ് എടുക്കുന്നുണ്ട്. ഇതെന്താടാ ഞാൻ ഇതിനൊന്നും എടുക്കാത്തത്? അയ്യോ, എന്തെങ്കിലും സ്റ്റോറേജ് ഇല്ല. എന്തെങ്കിലും കളയേണ്ടി വരും. എന്ത് കളയാം കളഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? അതായത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു 1.5 സ്റ്റാക്ക് വുഡ് വരും. പ്ലാങ്സ് എഴുതി വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. വേഗം പണിയൊക്കെ നോക്കാം. വില്ലേജർ, അയ്യോ ഗൈസ് പെട്ടെന്നാണ് ഞാൻ വഴി മറന്നു. ഇല്ല രാത്രി ആണതിന് മുമ്പ് എവിടെ നിന്നെത്താം. എത്തണം. രാത്രി കൊണ്ടുപോയ ഓക്കെ. ബാക്കിയുള്ള പണി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഇറങ്ങി നാടാവില്ല. അപ്പോൾ ഗൈസിന് ഉറക്കമായിട്ടുള്ള തന്നെ നമ്മുടെ കയ്യിലുള്ള വുഡൻ ബ്ലോക്ക് എല്ലാം പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കിയതിന് ശേഷം പ്ലാങ്ക് വെച്ച് വീടുണ്ടാക്കണം. അതാണ് നമ്മുടെ ഗോൾ. ഓക്കെ, പെട്ടെന്ന് തന്നെ വീടുണ്ടാക്കാം. എന്തെങ്കിലും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അത്രയില്ല, രാത്രിയാവുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ശേഷം നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള വീഡിയോ സ്പീഡാക്കി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ബോറായിരിക്കും.
അപ്പം ഗൈസ് നമ്മൾ വീടിൻ്റെ പണി നിൽക്കുകയാണ്. നല്ല വലിയ വീടാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വീട്. നമ്മളെ ഡോറൊക്കെ വെച്ച് പൊളിയാക്കണം ഗൈസ്. പൊളി വീടാണ്. അതിനാണ് ഞാൻ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ വീടാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.